നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേതാക്കന്മാരൊക്കെ ഒഴുകിയെത്തിയ ഒരു ഉച്ചകോടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നിർണായകമായ ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദിന് ഊഷ്മള സ്വീകരണമായിരുന്നു ഇന്ത്യ നൽകിയത്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്തിലെത്തിയ UAE പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചത് ആശ്ലേഷിച്ചാണ്. എന്റെ സഹോദര, ഇന്ത്യയിലേക്ക് സ്വാഗതം. താങ്കളുടെ സന്ദർശനം ഒരു അംഗീകാരമാണ് എന്നായിരുന്നു മോദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. ഇരു നേതാക്കളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം വിളിച്ചോതുന്ന ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമത്തിൽ അദ്ദേഹം പങ്കുവച്ചു. വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടിക്ക് മുന്നോടിയായി മോദിയും ഷെയ്ഖ് മുഹമ്മദും അഹമ്മദാബാദിൽ റോഡ് ഷോ നടത്തി. ഈ റോഡ് ഷോയ്ക്ക് വൻ ജനാവലിയായിരുന്നു ഇരു നേതാക്കന്മാരെ സ്വീകരിക്കാനും കാണാനും തടിച്ചുകൂടിയത്. വിമാനത്താവളത്തിൽ നിന്നും മോദിക്കൊപ്പമായിരുന്നു ഷെയ്ഖ് മുഹമ്മദിന്റെ യാത്ര. UAE ഇന്ത്യൻ പതാകകൾ വീശി ജനങ്ങൾ ഷെയ്ഖ് മുഹമ്മദിനെ സ്വീകരിച്ചു. അബുദാബി ഡെപ്യൂട്ടി ഭരണാധികാരിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഷെയ്ഖ് തഹ്നൂൻ ബിൻ സായിദ് അൽ നഹ്യാൻ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘം അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. സമ്മിറ്റിന് മുന്നോടിയായി നരേന്ദ്രമോദിയുമായി UAE പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുമായി ബന്ധം ശക്തമാക്കുമെന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞു. സാമ്പത്തിക വളർച്ചയും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉണ്ടായെന്നും UAE പ്രസിഡന്റ് വ്യക്തമാക്കി. അഹമ്മദാബാദിൽ വെച്ചായിരുന്നു ഇരു നേതാക്കന്മാരുടെയും കൂടിക്കാഴ്ച നടന്നത്. ഇരു രാജ്യങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഘടകങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. അതേസമയം ഉച്ചകോടിക്ക് മുന്നോടിയായി നരേന്ദ്രമോദിയുമായി UAE പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയുമായി ബന്ധം ശക്തമാക്കുമെന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും പ്രതീക്ഷ ഉണർത്തുന്ന വാക്കുകൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. സാമ്പത്തിക വളർച്ചയും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉണ്ടായെന്നും UAE പ്രസിഡന്റ് വ്യക്തമാക്കി. അഹമ്മദാബാദിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. ഇരു രാജ്യങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഘടകങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.